എന്റെ ഭാരം നീ ചുമന്നു, ജീവനിൽ സ്പർശമേകി കാൽവരിനാദം, കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും 1-2 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥ ഇന്ന് നമുക്ക് ലഭിക്കുവാനും അനുഗ്രഹീതമായ ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇന്നും നമുക്ക് ഇടയാകട്ടെ. ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇന്ന് കടന്നു ചെല്ലുമാറാകട്ടെ. ഇന്റർനെറ്റും എല്ലാ അനുബന്ധ ചുറ്റുപാടുകളും നമുക്ക് അനുകൂലമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു തടസ്സങ്ങളും അതിനിടയിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. വീണ്ടും ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഗാനങ്ങളും സാക്ഷ്യവുമായി ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ ഇന്ന് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് അനുഗ്രഹമായ വചനം കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യവും ദൈവവചനവും അറിയിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ കരങ്ങളിൽ അവരെ എടുത്ത് ഉപയോഗിക്കണം. മാനുഷികമായ വാക്കുകളൊന്നുമല്ല, സ്വർഗീയമായ വാക്കുകൾ, സ്വർഗീയമായ ശബ്ദം, അത് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. കടന്നു വരുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. ആദ്യോടന്തം ദൈവകൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രിയിൽ 2 ഗാനങ്ങൾ നമുക്ക് ആലപിക്കുന്നത് കർത്താവിന്റെ ദാസി അസ്നത്ത് കണ്ണൻ നായർ അവറുകളാണ്. ഏറിയ നാളുകൾക്ക് ശേഷം വീണ്ടും പ്രിയ സഹോദരിക്ക് നമ്മളോട് ചേർന്ന് ഗാനങ്ങൾ ആലപിപ്പാൻ ദൈവം കൃപ ചെയ്തു. പ്രിയദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയദാസിയെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ജീവിതാനുഭവങ്ങളും ദൈവവചനവും നമ്മളോട് അറിയിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സാംജി ജോൺ അവറുകളാണ്. കർത്താവിന്റെ ദാസൻ നേപ്പാളിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ബാലസംഘത്തിന്റെ ക്യാമ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ അധ്യാപകനായിരുന്നു അദ്ദേഹം. അതൊക്കെ ഞങ്ങൾ വരുന്നത് പോലും സാംജി ജോൺ അങ്കിളിനെ കാണണമെന്നുള്ളൊരാഗ്രഹത്തിൽ വളരെ നന്നായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നാൽ ഏറിയ നാളുകൾക്ക് ശേഷം കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ജീവിത സാക്ഷ്യം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസനെയും തന്റെ കുടുംബത്തെയും കാൽവരിനാഥ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭ ഗാനം ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം കർത്താവിന്റെ ദാസി അസ്നത്ത് കണ്ണൻ നായർ ആലപിക്കുന്നു. പ്രിയദാസിയെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും.
അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. വളരെ ഭംഗിയോടെ അത് ആലപിപ്പാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തു. ഒരു ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനം ഇങ്ങനെ ആലപിക്കുന്നു: ഇതുപോലെ തന്നെ സ്നേഹിപ്പാൻ, ഇതുപോലെ തന്നെ കരുതുവാൻ. കർത്താവിന്റെ ദാസൻ മാമൻകുരിയച്ചാൻ എഴുതിയ അനുഗ്രഹീതമായ ഒരു ഗാനം പ്രിയദാസിയിലൂടെ നമുക്ക് കേൾക്കാം. ആലപിക്കാനായിട്ട് പ്രിയദാസിയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
താങ്ക് യു അസ്ന സൗരി. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ. പ്രിയദാസിയെ കർത്താവ് വളരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമ്മുടെ ഈ ചാനലിൽ കർത്താവിന്റെ ദാസിയുടെ ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരം കർത്താവ് നൽകട്ടെ. ദൈവം പ്രിയദാസിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സാംജി ജോണച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും സമയമൊട്ടും കളയാതെ ഇനി 8:40 വരെയുള്ള സമയം കർത്താവിന്റെ ദാസിന് നൽകുകയാണ്. തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവവചനത്തിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയും ആദരവോടും കൂടെ ഇനിയുള്ള സമയം ജീവിതാനുഭവ വിവരണത്തിനായിട്ട് കർത്താവിന്റെ ദാസിനെ ക്ഷണിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ നിലയിൽ കാൽവറിനാഥം മിനിസ്ട്രി ഒരുക്കിയിട്ടുള്ള പാടി സ്തുതിക്കാം എന്ന സൂം പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ കാണുവാനും നിങ്ങളോട് ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും കർത്താവ് നൽകി തന്ന ഈ സാവകാശത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി എന്നെ വളരെയധികം പ്രേരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സന്തോഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എക്സ്ക്യൂസ് ഒക്കെ ഒത്തിരി പറഞ്ഞു. പല കാരണങ്ങളുണ്ട്, അതിന് ചില റീസൺസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മാമൻ കുര്യൻ ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സഹോദര സഹോദരിമാരോടും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെ ഒരുമിച്ച് നിങ്ങളുമായി ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് നൽകി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 178 എപ്പിസോഡുകൾ, ഇത് 179 ഞാൻ നമ്മുടെ ആ പോസ്റ്റിൽ വായിച്ചത്. വിവിധങ്ങളായിരിക്കുന്ന ജീവിത അനുഭവങ്ങളും ദൈവവചനങ്ങളും കേൾക്കുവാനും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുവാനും ഈ കാൽവറിനാഥം മിനിസ്ട്രിയിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ മിനിസ്ട്രി കാണിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലുമുള്ള പ്രിയപ്പെട്ടവരോടുള്ള പ്രാർത്ഥനയ്ക്കും കരുതലിനും ആയി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്കും ഈ നിലയിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം ദീർഘവർഷങ്ങളായി ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സന്തോഷം കണ്ടിട്ട്, അതുപോലെ തന്നെ ഇപ്പം പ്രിയ മാമൻ കുര്യൻ അച്ചായൻ പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തെ ഏകദേശം 23 വർഷത്തിന് മുൻപ് കണ്ടതാണ്. അങ്ങനെ പലരെയും നമുക്ക് ഫിസിക്കലി കാണുവാനായിട്ട് ഈ അടുത്തിടയിലൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ഈ നിലയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകി തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
ആ, ജീവിത അനുഭവ കുറിപ്പുകൾ എന്ന ഈ ശീർഷകത്തിലേക്ക് ഞാനും സ്നേഹത്തോടുകൂടി നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഈ നിലയിൽ മിഷൻ ഫീൽഡിനെ കുറിച്ചും കർത്താവ് നടത്തുന്ന വഴികൾ എങ്ങനെയുള്ളതായിരുന്നു, എങ്ങനെയൊക്കെയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് പങ്കുവെച്ച് ഈ സമയം നൽകി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവഭയമുള്ളവരും കർത്താവിനെ സേവിച്ചിരുന്നവരുമായിരുന്ന മാതാപിതാക്കന്മാരാൽ ആലപ്പുഴ ജില്ലയിലെ മേൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ജനിച്ച് വളർത്തപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. മാതാപിതാക്കന്മാര് കർത്താവിന്റെ വേലയിലായിരുന്നു. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. ദീർഘവർഷങ്ങൾ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ചതിന് ശേഷം താന് 1999 ജനുവരി മാസത്തിൽ തന്റെ നിത്യഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഇപ്പൊ 93 വയസ്സുണ്ട്. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുമായി ഒരുമിച്ച് തിരുവല്ലായിൽ മഞ്ഞാടിയിൽ താമസിക്കുന്നു. താനാണ് അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, മാത്യൂസ് എന്ന് പറയും, മാത്തുകുടിച്ചാന്റെ കൂടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അമ്മച്ചി ആയിരിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെതായിരിക്കുന്ന ക്ഷീണത്തോടുകൂടി അമ്മച്ചി ഇപ്പം വിശ്രമിക്കുകയാണ്. പ്രാരംഭമായി അമ്മച്ചിക്കായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പച്ചൻ ദീർഘവർഷങ്ങളിലെ കർത്താവിന്റെ വേലയോടുള്ള നിലയിൽ പ്രവർത്തിച്ചതിന് ശേഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിലും കർത്താവ് നൽകിയ സ്ഥലം സഭ ഇന്നും ആ നിലയിൽ അമ്മച്ചിക്കായിട്ട് കരുതുകയും ചിന്തിക്കുകയും ആ നിലയിൽ കർത്താവിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞങ്ങള് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിലേറ്റവും ഇളയ ആളാണ് ഞാന്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്, 2 സഹോദരിമാരുണ്ട്. എന്നാൽ എൻ്റെ മൂത്ത സഹോദരന്മാരിൽ ഒരാള് തോമസ് ജോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഷാജി, കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് 2026 ഏപ്രിൽ മാസം 4-ാം തീയതി ബഹറിൽ വെച്ച് താൻ പ്രിയം വെച്ച കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് ചെറുപ്പം മുതലേ ദൈവവചനം കേൾക്കുന്നതിനും പ്രത്യേകിച്ച് രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് മാതാപിതാക്കന്മാരിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് ചെറുപ്പം മുതലേ അവസരം നൽകിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് മാതാപിതാക്കന്മാർ സുവിശേഷ പ്രവർത്തനത്തിലായിരുന്നത് കൊണ്ട് ആ നിലയിൽ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ള പരിശീലനം ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ, ഞാനിത് സംസാരിക്കുമ്പം 57 വർഷത്തിന് മുൻപുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയുടെ ദുഃഖഭാഗങ്ങൾ കണ്ടു വളർത്തപ്പെട്ട ഒരാളാണ് ഞാൻ ആ നിലയിൽ പറയുമ്പോൾ 50 വർഷത്തിന് മുൻപ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ കാഠിന്യം ഇന്നത്തെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, ഞങ്ങൾ 6 മക്കളായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ 2 മക്കൾ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും, നേരെ മൂത്ത ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ പട്ടിണിയുടെ സാഹചര്യങ്ങളിൽ കടന്നു പോകാത്ത മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, 50 വർഷത്തിന് മുൻപ് അങ്ങനെയുള്ള ഒരു സുവിശേഷ പ്രവർത്തകന്റെ, ഒരു സുവിശേഷകന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക്, അഥവാ ഞങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയുടെ കഷ്ടത, അന്നത്തെ സാഹചര്യം നാം ഓർക്കുമ്പോൾ ഇല്ലായ്മ എന്ന് പറയാം. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ വളർത്തപ്പെട്ടതിനാല് അതിന്റെ കാഠിന്യം എന്താണെന്നും, വീട്ടിലെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഭൗതികമായിരിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ നിലയിൽ പോകുന്നതിന് ആദ്യ സമയങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യവും മറ്റ് കുട്ടികളെ പോലെ ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ. ഇത്ര മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യണം, ജോലിയോട് കൂടെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ ചെറിയ മനസ്സിൽ അന്നുണ്ടായിരുന്നു. എന്നാല് ഇന്ന് സ്തോത്രത്തോട് ഓർക്കുവാൻ കഴിയുന്നത്, ഞങ്ങൾ ഈ 6 മക്കള്
6 മക്കളിൽ പ്രത്യേകിച്ച് 4 പേര് കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഭക്ഷണത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടിലൂടെ ഒക്കെയാണ് അന്ന് വളർത്തപ്പെട്ടതെങ്കിലും കർത്താവിന് സ്തോത്രം, ഞങ്ങൾ എല്ലാവരും ഇന്നും ആരോഗ്യത്തോടും സന്തോഷത്തോടും അതേ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു എന്നുള്ളത് സ്തോത്രത്തോടുകൂടെ ഇന്ന് രാത്രി ഞാൻ ഓർക്കുകയാണ്. ആവശ്യമായിരിക്കുന്ന, ഞങ്ങൾ ആരും കുറഞ്ഞു പോകാതെ, എന്റെ ജ്യേഷ്ഠന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഏപ്രിൽ 2-3 മാസത്തിന് മുൻപ് മാത്രമാണ് താൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അത് ബഹറിൽ വെച്ചായിരുന്നു. ഞങ്ങൾ 6 മക്കളും ആവശ്യമായിരിക്കുന്ന ആരോഗ്യത്തോടും ബലത്തോടും കൂടെ കർത്താവിനെ സ്നേഹിച്ചും ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് ബലവും ശക്തിയും നൽകി എന്നുള്ളത് സ്തോത്രത്തോടുകൂടെ ഓർക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും കടന്നുപോയ പാതകളൊക്കെ കണ്ട് വളർന്നത് കൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന്റെ കാഠിന്യം കണ്ടു തന്നെയാണ് ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ വളർന്നത്. അതുകൊണ്ടായിരുന്നു ഒരുപക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലൂടെയൊക്കെ മാതാപിതാക്കന്മാരെയൊക്കെ സഹായിച്ച് അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള നിലയിലായിരിക്കാം ആ ചിന്ത ചെറുപ്രായത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകനായിരുന്നത് കൊണ്ട് പേരൻസിൽ നിന്ന് തന്നെ, അതുപോലെ തന്നെ നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന സൺഡേ സ്കൂളിലൊക്കെ കൂടെയൊക്കെ കർത്താവിന്റെ വചനം കേൾക്കുവാൻ, രക്ഷയുടെ വചനങ്ങൾ കേൾക്കുവാൻ, പഠിപ്പിക്കുവാൻ ഒക്കെ മാതാപിതാക്കന്മാർക്ക് ഇടയായി തീർന്നു. ആ നിലയിൽ എന്റെ 15ാമത്തെ വയസ്സിലാണ് എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ അഥവാ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുശേഷം 1984 ഞാൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. 1985 ഓഗസ്റ്റ് മാസം 18-ാം തീയതി കല്ലിശ്ശേരി ഉപദേശി അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്ന, പെട്ടെന്ന് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ, നമ്മുടെ ജോൺസൺ സി ഫിലിപ്പിന്റെ ഗ്രാൻഡ് ഫാദറാണ്. കല്ലിശ്ശേരി ഉപദേശി അപ്പച്ചൻ എന്ന് പറയുന്ന പിതാവിനാൽ 1985 ഓഗസ്റ്റ് മാസം 18-ാം തീയതി സ്നാനപ്പെടുവാനും ആ നിലയിൽ ഒരു ദൈവ പൈതലായി മുൻപോട്ട് പോകുവാനും കർത്താവ് എനിക്ക് അവസരം നൽകി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുറമോട്ടൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം എന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ട് ഏകദേശം 42 വർഷമായി. കഴിഞ്ഞ 42 വർഷം കർത്താവിനെ സ്നേഹിച്ച ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ, അത് വളരെയധികം അഭിമാനത്തോടുകൂടെ ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിൻ്റെതായിരിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി, ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഞെരുങ്ങിക്കഴിഞ്ഞ അവസ്ഥകളൊക്കെ ഭവനത്തിലുണ്ടായിട്ടും ഒരു ദൈവ പൈതലായി കഴിഞ്ഞ 42 വർഷം ജീവിക്കുവാനായിട്ട് കർത്താവ് എന്നെ അനുവദിച്ചു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും ഇന്ന് രാത്രി അർപ്പിക്കുകയാണ്. അങ്ങനെ ആ പശ്ചാത്തലത്തിലൂടെ, ബ്രദറൻ പശ്ചാത്തലത്തിലൂടെ സുവിശേഷകന്റെ മകൻ എന്നുള്ള നിലയിൽ വളർത്തപ്പെട്ടതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ സഭയിലുള്ള സൺഡേ സ്കൂള്, എന്റെ പ്രിയ സഹോദരൻ സന്തോഷ് പറഞ്ഞതുപോലെ സുവിശേഷകൻ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ, VBS പ്രവർത്തനങ്ങളിലൊക്കെ ചെറുപ്രായത്തിൽ തന്നെ താല്പര്യവും പങ്കാളിത്തവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് വളരുവാൻ കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ വളരുവാൻ കഴിഞ്ഞ സ്ഥലം എന്റെ ദൈവസഭ തന്നെയാണ്. ദൈവസഭയിൽ കൂടെ തന്നെയാണ് ഈ നിലയിൽ കർത്താവ് നൽകിയിരുന്ന കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കുവാനും അഥവാ അതൊക്കെ ദൈവസഭയിൽ തന്നെ ചെയ്ത് വളരുവാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളത് സ്തോത്രത്തോടുകൂടെ ഓർപ്പിക്കുന്നു. അങ്ങനെ താല്പര്യമുള്ളപ്പോൾ എന്റെ മനസ്സിൽ തന്നെ വന്നു, നമ്മുടെ സ്ഥലം സഭകളിലൊക്കെ ഇന്നുള്ളതുപോലെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡികളൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും നിലയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഭവനത്തിൽ നിന്നുമുള്ള വചന നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും മാതാപിതാക്കന്മാര് പഠിപ്പിച്ച വചനത്തിലൂടെയും സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ബാലസംഘത്തോടും VBSോടും സൺഡേ സ്കൂളിനോടും ഒക്കെ ആ സമയത്ത്, എന്റെ ആ ടീനേജ് സമയത്ത് വളരെ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് എന്റെ മനസ്സിൽ തന്നെ കടന്നു വന്ന ഒരു ചിന്തയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം ഒന്ന് പഠിച്ചാൽ നന്നായിരുന്നു. അതിന് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ കുമ്പനാട്ടെ ബദനി ബൈബിൾ സ്കൂൾ. അന്ന് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. എന്റെ 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുൻപ്, ഞാൻ ബൈബിൾ സ്കൂളിൽ പോയത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയല്ല,
ജോലിക്ക് പോകുന്നതിന് മുൻപ് ദൈവവചനം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് സമയം കൊണ്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ജോലി കണ്ടെത്തുക, ജോലി ചെയ്യുക, അതിലൂടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, മാതാപിതാക്കന്മാരെ സഹായിക്കുക. ഞാൻ ആദ്യം സാഹചര്യം ഓർപ്പിച്ചല്ലോ, അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് കടന്നു വന്നതുകൊണ്ട്. എന്നാൽ 1987, 88 അന്ന് എന്റെ 12ാം ക്ലാസ് ഞാൻ കഴിഞ്ഞു. അന്ന് എനിക്ക് 17, 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഏകദേശം 8-9 മാസം, നമ്മുടെ ഒരു 1 ഇയർ കോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും പഠനം ഒരു 8-9 മാസമേ നമ്മുടെ ബൈബിൾ സ്കൂളിൽ അന്നുള്ളൂ, കുമ്പനാട്ട് ബഥനി ബൈബിൾ സ്കൂളിൽ. അന്ന് ഞാൻ ഒരു വർഷം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മുടെ നാട്ടിലെ അന്ന് നമ്മൾ പറയുന്ന പ്രഗത്ഭന്മാരായിരിക്കുന്ന പക്വതയുള്ള ദൈവവചന നിശ്ചയത്തോട് കൂറു പുലർത്തിയിരിക്കുന്ന വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ വചനം അഭ്യസിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരം നൽകി. അതൊരു വലിയ എന്റെ ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിനും ശുശ്രൂഷയോടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്കൊക്കെ അതൊരു മുതൽക്കൂട്ടായി തീരുമെന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞാൻ അന്ന് വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയത്. അത് പഠിച്ച് 1988 മാർച്ചിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ എന്നോട് എന്റെ ടീച്ചേഴ്സ് തന്നെ ചോദിച്ചു, സാംജി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് താല്പര്യമൊന്നുമില്ലയോ? ഞാൻ പറഞ്ഞു, സാറേ കർത്താവ് വിളിക്കും. പല പ്രിയപ്പെട്ടവരും ആ നിലയിൽ അന്വേഷിച്ചിരുന്നു. കാരണം ബൈബിൾ സ്കൂളിൽ പഠിച്ചു, കുട്ടികളെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നു എന്ന് പിതാക്കന്മാരുടെ ആ ഹൃദയത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് എന്നോട് ചോദിച്ചതും. സുവിശേഷന്റെ മകനാണ്, പക്ഷെ ഞാൻ ആ സ്കൂളിൽ പോയത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുക എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവവചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ദൈവസഭയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ജോലിയോടുകൂടെ ചെയ്ത് മുൻപോട്ട് പോകണം. അതിലുപരിയായിട്ട് കഷ്ടതയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം. ഭൗതികമായിരിക്കുന്ന കഷ്ടപ്പാടിൽ നിന്നും മാതാപിതാക്കന്മാർക്ക് ഒരാശ്വാസമായി തീരണം എന്നുള്ള ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് അപ്പച്ചനും അമ്മച്ചിയും മേൽപ്പാടത്ത് നിന്ന് തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മഞ്ഞാടി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് മഞ്ഞാടിയിൽ ദൈവസഭയില്ല, തിരുവല്ലയിൽ നമ്മുടെ TMM ഹോസ്പിറ്റലേ ഉള്ളൂ, പിന്നുള്ളത് കുറ്റപ്പുഴ അസംബ്ലിയാണ്. അതുകൊണ്ട് അപ്പച്ചന്റെ മനസ്സിൽ ഈ മഞ്ഞാടിയിൽ ഒരു അസംബ്ലി ഉണ്ടാകണം എന്നുള്ള നില, ആ ഏരിയയിൽ, മഞ്ഞാടി എന്നുള്ളതല്ല, ആ ഏരിയയിൽ ഒരു ദൈവസഭ ഉണ്ടാകണം എന്നുള്ള നിലയിൽ മാതാപിതാക്കന്മാര് മേൽപ്പാടത്ത് നിന്ന് മഞ്ഞാടിയിൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ഞാടി സഭയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത്. അവിടെയുള്ള ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ ഭവനത്തിൽ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത് 1988. ഞാൻ 1988 മാർച്ചിൽ ജോലിയൊക്കെ ചെയ്യണം, ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെട്ട് മുൻപോട്ട് പോകണമെന്നുള്ള താല്പര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണമില്ലാതെ ബൈബിൾ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് മുൻപോട്ട് പോയെങ്കിലും അവിടെ നിന്ന് ദൈവദാസന്മാരിലൂടെ, നമ്മുടെ പിതാക്കന്മാരിലൂടെ, എന്റെ ടീച്ചേഴ്സിലൂടെ ലഭിച്ച വചനത്തിൻ്റെതായിരിക്കുന്ന ആ ശക്തി എന്നെ വളരെ ചിന്തിപ്പിക്കുന്നതിനും ആ കർത്താവിന്റെ വേലയിലേക്ക് പോകണ്ട എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫുൾ ടൈം പോകണമോ വേണ്ടായോ എന്നുള്ളൊരു വലിയ സംഘർഷം ഉണ്ടായിരുന്നു. എന്നാൽ 1988 മെയ് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച മഞ്ഞാടി അസംബ്ലിയിൽ സാധാരണയായി നടന്നു വരുന്ന ഒരു ബൈബിൾ സ്റ്റഡി. അത് ഞാൻ മഞ്ഞാടി അസംബ്ലി എന്ന് പറയുമ്പോൾ അന്ന് സ്ഥലം സഭ രൂപീകരണം ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു നിലയിലാണ് ഈ ബൈബിൾ സ്റ്റഡി അവിടെ ഉണ്ടായിരിക്കുന്നത്. അന്ന് ദൈവവചനം സംസാരിച്ച അഥവാ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനിലൂടെ, അഥവാ അന്ന് ദൈവവചനം കേട്ടപ്പോൾ താൻ അന്ന് സംസാരിച്ചത് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37, 38 വാക്യങ്ങളാണ്. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ അന്ന് അത് അവിടെ ആ ബൈബിൾ സ്റ്റഡിയിൽ പ്രസംഗിക്കേണ്ട കാര്യം, പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അന്ന് രാത്രി 1988 മെയ് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പ്രാർത്ഥന ബൈബിൾ സ്റ്റഡി മീറ്റിംഗിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞു മടങ്ങി വീണ്ടും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് മഞ്ഞാടി അസംബ്ലിയിൽ ഈ ശുശ്രൂഷകളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായിരിക്കുന്ന, അതിന്റെ പിന്നിൽ ഒരുപക്ഷെ എന്റെ പഠനം, ഒരു വർഷത്തെ പഠനം, അന്ന് കേട്ട ചലഞ്ചുകളൊക്കെ കാരണമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
ആ നിലയിൽ എന്നെ ആ വചനം അഭ്യസിപ്പിച്ച ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഒരുപക്ഷെ ഞാന് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചതായിട്ട് അവർക്ക് ഒരുപക്ഷെ അറിവ് ലഭിച്ചിട്ടുണ്ടാകുകയില്ല. അതിനു മുൻപ് ഒരു കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പലർക്കും അറിവ് ലഭിച്ചിട്ടുണ്ട്. പലരും ഞങ്ങൾ നേപ്പാളിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചവരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നിന്ന് ലഭിച്ച പ്രേരണ, ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യക്തമായിരിക്കുന്ന ഇടപെടൽ എനിക്ക് എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ 1988 മെയ് മാസം 31 വൈകിട്ട് നടന്ന ബൈബിൾ സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലാക്കുവാനും ആ നിലയില് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കി. പിന്നൊരു വലിയ ചോദ്യമുണ്ടായി. അന്ന് പ്രായം 19 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പൊ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എങ്ങനെ പോവും? എന്ത് ചെയ്യണം? നമ്മുടെ സാഹചര്യങ്ങളൊക്കെ, അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു ചെയ്താലും പറയും ഒരു കൊച്ചു പയ്യൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ അപ്പോൾ എന്നോട് പ്രായമായ പ്രിയപ്പെട്ടവര് തന്നെ, പ്രത്യേകിച്ച് OM ശമുവേൽ സാർ എന്നോട് പറഞ്ഞു, സാംജി കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ബൈബിൾ സ്കൂളിലൊക്കെ പോയി വീണ്ടും പഠിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് മാത്രമാവുന്നില്ല. അന്നേരം സാറ് പറഞ്ഞതാണ്, മോനെ എങ്ങനെയാ വിളിക്കുന്നത്, മോനെ നീ ഒരു ചെറു പ്രായമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ചു നാളും കൂടെ ദൈവവചനമൊക്കെ അഭ്യസിക്കണം, പഠിക്കണം, മിടുക്കനായിട്ട് വരണം. മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഒക്കെ പ്രേരണ. അന്ന് നമ്മൾക്ക് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്ന 1988 നമുക്ക് BBIയോ അങ്ങനെയുള്ള നമ്മുടെ ബൈബിൾ സ്കൂളുകൾ ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മളെല്ലാവരും ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ കടന്നുപോയി പഠിച്ച ഒരു ബൈബിൾ കോളേജ് ആയിരുന്നു ഭാരത് ബൈബിൾ കോളേജ് സെക്കൻഡറിബാർ. ഡോക്ടർ ജീവരത്നം ബുരാഗയിലൂടെ നടത്തപ്പെട്ട ആ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ഒരു പ്രേരണ. പ്രായം ചെറുപ്പമാണ്, ദൈവവചനം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് 88 ഞാൻ വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി സെക്കൻഡറാബാദിലേക്ക് യാത്രയാകുകയാണ്. അന്നേരം ഈ സെക്കൻഡറാബാദിൽ പോകുന്നതിന് മുൻപ് കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതിന് ഞാൻ തീരുമാനമെടുക്കുന്നു. ബദനി ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോൾ കർത്താവിന്റെ വേല ചെയ്യണ്ട എന്നുള്ള ചിന്ത, എന്നാല് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ബൈബിൾ സ്റ്റഡിയിലൂടെ കർത്താവിന്റെ വചനം അഥവാ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് പോകണം ഏത് സാഹചര്യമാണെങ്കിലും. അപ്പോൾ ഒരു വലിയ ചിന്ത ഉണ്ടായിരുന്നു, വീണ്ടും കഷ്ടതയിലേക്ക് തന്നെയാണ് ഒരുപക്ഷെ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചിന്ത ചെറുപ്രായത്തിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. 1988 പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാരുടെ പ്രേരണയും പ്രാർത്ഥനയും അവരുടെ ആ കൗൺസിലിംഗും ഒക്കെ മനസ്സിലാക്കി കുറച്ചും കൂടെ കർത്താവ് തരുന്നുവെങ്കിൽ കുറച്ച് സമയം കൂടെ ദൈവവചനം പഠിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടും ഒരു പക്വതയുള്ള യുവാവായിട്ട് തന്നെ കർത്താവിന്റെ വേലയിലേക്ക് പോകണമെന്നുള്ള ഒരു സമർപ്പണം എനിക്കുണ്ടാകുകയും ഞാൻ അങ്ങനെ തുടർന്നും ദൈവവചനം പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു. ആ ദൈവവചന പഠനം ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 വർഷം തന്നെ കടന്നുപോയി. നാം തിയോളജിക്കലി പറയുന്നത് പോലെ ദൈവശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ 1996 94 മുതൽ 96 വരെയാണ് ഞാൻ എന്റെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത്. അതുവരെ ഭാരത് ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്നതിനും ദൈവവചനം അഭ്യസിക്കുന്നതിനും ദൈവദാസന്മാരുടെ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിനും ടീമായിട്ട് സമ്മർ ബ്രേക്കില് ഞങ്ങൾ ടീമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് കടന്നു പോകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അനേക ദൈവദാസന്മാരുടെ സ്ഥലത്തേക്ക് പോവുക. അന്ന് ചെറുപ്പമാണ് പ്രായം, ഏത് സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ തയ്യാറാണ്. അന്ന് AC ടിക്കറ്റ് ഒന്നും എടുത്തു പോകാനുള്ള സാഹചര്യം ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ട്രെയിനിൽ അഥവാ ബസ്സിൽ കയറുക, പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ ലക്ഷ്യമുള്ളൂ, മിഷൻ ഫീൽഡ് ദൈവദാസന്മാരോടുകൂടെ പോവുക, കേൾക്കുക മാത്രമല്ല അത് പോയി കാണുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഓർക്കണം. അന്നൊരു ടീനേജ് ആണ്, ഞങ്ങൾ ടീമായിട്ടാണ് പോകുന്നത്. അതൊരു വലിയ ആവേശമായിരുന്നു. അന്ന് ഹിന്ദി അറിയത്തില്ല, മറ്റു ഭാഷകളൊന്നും അറിയത്തില്ല. നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട്, മധ്യപ്രദേശിൽ പോയിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒറീസയിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക എവിടെ കിടക്കാൻ അവസരം കിട്ടുന്നു അവിടെ കിടന്നുറങ്ങുന്നു, എന്ത് കിട്ടുന്നു അത് കഴിക്കുന്നു. അല്ലാതെ പ്രത്യേകമായിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു ഭക്ഷണ രീതി സാഹചര്യങ്ങളും ഒന്നും ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വലിയ ആവേശത്തിന്റെ സമയം
ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എൻ്റെ ആ യുവ സമയങ്ങളിൽ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരായിട്ട് നമ്മുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അനേകര് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നുള്ളത് സ്തോത്രത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ വിവിധങ്ങളായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടന്നുപോയി ദൈവദാസന്മാരുടെ സന്തോഷ ഭാഗങ്ങളും കഷ്ടതയുടെ ഭാഗങ്ങളും ശുശ്രൂഷയുടെ ദൈവം അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ നടത്തുന്ന വഴികളൊക്കെ കാണുവാന് എൻ്റെ ക്രിസ്തീയമായിരിക്കുന്ന ജീവിതത്തിൽ കർത്താവിന്റെ വേലയോടുള്ള നിലയിൽ ഒരു വലിയ പ്രോത്സാഹനം നൽകി തരുവാനായിട്ട് ഈ വിസിറ്റുകളൊക്കെ ഇടയാക്കി തീർന്നു. ആ നിലയിലാണ് എനിക്ക് നേപ്പാളിൽ വരുവാനുള്ള ഒരു അവസരം ലഭിച്ചത്. അതിന് ഒരു മുഖ്യമായിരിക്കുന്ന കാരണം, ഞാൻ 9 വയസ്സുള്ളപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളെ ഒരു മിഷണറി കല്യാണം കഴിച്ചു എന്ന് അപ്പച്ചൻ പറഞ്ഞു. ഞാൻ ഈ വയസ്സൊക്കെ പറയുന്നത് എൻ്റെ ആ മനസ്സിന്റെ സാഹചര്യം മനസ്സിലാ. കൊച്ചു പയ്യൻ, നിന്റെ പെങ്ങള് കല്യാണം കഴിക്കാന്ന് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല അന്നൊന്നും. മൂത്ത പെങ്ങള് കല്യാണം കഴിക്കുന്നു, ഒരാൾ വരുന്നു കല്യാണം കഴിക്കുന്നു. അന്ന് കല്യാണത്തിന്റെ പരിപാടിയും ഒക്കെ ഇന്നത്തെ പോലെ നമ്മുടെ വലിയ ഹോളിലൊന്നുമല്ല, വീട്ടുമുറ്റത്ത് പന്തലൊക്കെ ഇട്ടാണ് കല്യാണം. വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കടന്നു വന്ന് കുക്ക് ചെയ്ത് വന്നവർക്കെല്ലാം വിഭവങ്ങൾ കൊടുക്കുന്ന രീതി അന്നും ഇന്നത്തെ പോലെ തന്നെ എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്റെ മനസ്സിൽ എനിക്കൊന്ന് 9 വയസ്സേ ഉള്ളൂ. അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇന്ന പോലാണ്. ഇന്ന് ഞാൻ ഏറ്റവും കരഞ്ഞ ദിവസം അന്നാണ്. എന്റെ പെങ്ങളെ എന്നിൽ നിന്ന് കൊണ്ടുപോകുന്നു, ആരോ വന്ന് കൊണ്ടുപോകുന്നു. പിന്നാണ് മനസ്സിലാകുന്നത് എന്റെ അളിയൻ നേപ്പാളിൽ മിഷണറിയാണ്. 1978 എന്റെ മൂത്ത പെങ്ങൾ നേപ്പാളിലേക്ക് പോയി. അപ്പൊ അന്നത്തെ എന്റെ ചിന്ത, ഈ നേപ്പാൾ എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു 4 വർഷം യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. കാരണം പെങ്ങള് മടങ്ങി വരുന്നത് 4ഓ 5ഓ വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അന്ന് കൊച്ചു പ്രായത്തിൽ ഈ നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ ഭയങ്കര ദൂരമാണ്. അവിടുത്തെ അന്നത്തെ സാഹചര്യം 1978 കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് പ്രവർത്തനങ്ങൾക്കും വളരെ തടസ്സമുണ്ടായിരുന്ന ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, അന്ന് എൻ്റെ പിതാവ് വിശ്വാസത്തിന്റെ കണ്ണുകളെ ഉയർത്തി എൻ്റെ മൂത്ത പെങ്ങളെ, ഇന്ന് എൻ്റെ മൂത്ത പെങ്ങൾക്ക് 73 വയസ്സുണ്ട്, നേപ്പാളിൽ കടന്നു വന്നിട്ട് 50 വർഷം കഴിയുന്നു. കഴിഞ്ഞ 13 വർഷത്തിന് മുൻപ് അളിയൻ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ ആ ചെറുപ്രായത്തിൽ എൻ്റെ പെങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ ദീർഘവീക്ഷണത്തിൽ ഇന്നും പെങ്ങള് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ തന്നെ തന്റെ പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് സ്തോത്രത്തോടുകൂടെ ഓർക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. എൻ്റെ രണ്ടാമത്തെ പെങ്ങളും കർത്താവിന്റെ വേലയിലാണ്. അഞ്ചലിലുള്ള സഭയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. എൻ്റെ 2 സഹോദരിമാരും ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആയിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. മൂത്ത പെങ്ങള് നമ്മുടെ ബ്രദറിലല്ല, ഇവിടെയുള്ള ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്, ഇവിടെ ഒരു നോൺ ഡിനോമിനേഷണൽ ചർച്ചിലാണ്. അന്നാണ് അളിയൻ അവിടെ വന്നത്. ഇന്നത്തെ പോലെ ഡിനോമിനേഷൻ ചിന്തകളൊന്നുമില്ല, മിഷണറി ആയിട്ട് കടന്നു പോവുക. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അളിയനൊക്കെ നടന്നും ബസ്സും ഒക്കെ കയറിയാണ് നേപ്പാളിൽ എത്തിച്ചേർന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കുകയും ശുശ്രൂഷകളെ ആദരിക്കുകയും ചെയ്തു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ പഠനത്തിൽ ഭാരത് ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്ന പഠന സമയത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുവാൻ കഴിഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് നേപ്പാളിൽ വരുവാൻ കഴിഞ്ഞു. അതിന് കാരണം ഇവിടുത്തെ പ്രശ്നം കൊണ്ട് പെങ്ങളുടെ മക്കൾ പഠിച്ചിരുന്നത് തിരുനെൽവേലിയിലാണ്, ഡൊണാവൂരിലുള്ള ഒരു മിഷൻ സ്കൂളിലാണ്. അപ്പൊ ഇവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും നേപ്പാളിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വമാണ് എനിക്കുണ്ടായിരുന്നത്. നേപ്പാൾ കാണണം അങ്ങനെയൊന്നുമുള്ള ചിന്തയിലല്ല, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ വരണം, അല്ലെങ്കിൽ പെങ്ങളും അളിയനും ഇത്രയും യാത്ര ചെയ്ത് അവരെ കൊണ്ടുവരണം, ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. 1990 ഞാൻ ഭാരതിൽ പഠിക്കുകയാണ്. 21-22 വയസ്സേ ഉള്ളൂ പ്രായം. ഉത്സാഹത്തോടെ കുഞ്ഞുങ്ങളെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് നേപ്പാളിലേക്ക് യാത്രയാണ്. അന്ന് നേപ്പാളില് ഈ പറഞ്ഞ നമ്മുടെ തിരുവല്ലായിൽ നിന്ന് വണ്ടി കയറി നേപ്പാളിൽ എത്തുമ്പോൾ 8ാമത്തെ ദിവസമാണ് ഈ കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ട്രെയിനും ബസ്സും രാത്രിയിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നതും ബോർഡറിൽ സ്റ്റക്കാകുന്നതും ഇവിടെയുള്ള രീതികളൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ആ പ്രായവും ഒരു ആത്മീകമായിരിക്കുന്ന പ്രവർത്തന മേഖലകളിലേക്ക് പോകുവാനുള്ള അവസരവും ഹൃദയത്തിൽ ഇങ്ങനെ അലതല്ലുകയായിരുന്നു ആ സമയങ്ങളിൽ.
ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എന്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ആ നാളുകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വടക്കേ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കണമേ. അത് ഞാൻ ഇന്ന് ഓർക്കുമ്പം എനിക്കത് തമാശയായിട്ട് ഇന്നും തോന്നുന്നുണ്ട്. കാരണം അപ്പച്ചൻ അന്ന് പ്രാർത്ഥിക്കുമ്പോ എറണാകുളം വിട്ട് വെളിയിൽ പോയിട്ടില്ല. എന്റെ അപ്പച്ചൻ വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എറണാകുളം വിട്ട് അപ്പച്ചൻ എവിടെയെങ്കിലും യാത്ര ചെയ്തതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയും. പക്ഷേ അന്നും എന്റെ പിതാവിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, മാതാപിതാക്കന്മാരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വടക്കേ ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളുണ്ട്, ആ നിലയിൽ അയക്കണമേ എന്നുള്ള പ്രാർത്ഥന അനേക പ്രാവശ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും, ഒരു വാക്ക് ഞാൻ അന്നത്തെ ദിവസത്തെ ഓർത്ത് പറയട്ടെ, പട്ടിണിയുടെയും സമയങ്ങളിൽ പോലും എന്റെ മാതാപിതാക്കന്മാർക്ക് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് അയക്കണമേ, വിളിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥന അന്ന് അവർ ചെയ്തിരുന്നതായിട്ട് എനിക്ക് ഓർക്കുവാൻ കഴിയും. ആ നിലയിൽ ഭക്തിയോട് കർത്താവിന്റെ വേലയോടുള്ള സ്നേഹത്തോടുകൂടെ വളർത്തിയ മാതാപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ നിലയിൽ ഈ രാജ്യത്തായിരുന്നുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെയാണ് നേപ്പാളിനെ കുറിച്ചുള്ള ചിന്തയും വിചാരങ്ങളും ഒക്കെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും പഠനത്തിൽ തുടർന്നു. വീണ്ടും ഞാൻ നേപ്പാളിലേക്ക് ഇതേപോലെ തന്നെ ആ കുട്ടികളെയും കൊണ്ട് മടങ്ങി വരേണ്ടതായിട്ട് വന്നു. അവരുടെ സ്കൂൾ സമയത്ത്, അവധി സമയത്ത്. രണ്ടാമത്തെ വിസിറ്റിൽ 1991 ഞാൻ രണ്ടാമതായിട്ട് ഈ നേപ്പാളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് നൽകിയ ഒരു ദർശനം, ഈ നേപ്പാളിൽ വന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഒരു വലിയ ദർശനം എന്റെ വ്യക്തിപരമായിരിക്കുന്ന വചന പഠന സമയത്ത്, അന്ന് വെളിയിൽ ബൈബിള് കൊണ്ട് നടക്കുവാൻ നേപ്പാളിൽ സാധിക്കില്ല, ക്രിസ്ത്യൻ എന്ന് പറയുവാൻ സാധിക്കില്ല, അങ്ങനെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നു അന്ന് ഞാൻ കാഠ്മണ്ഡുവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവിന് സ്തോത്രം, 1991 കർത്താവ് എന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിരിക്കുന്ന ആ പ്രേരണ നൽകി തരികയും കർത്താവിന് വേണ്ടി ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അങ്ങനെ വളർന്നു, മടങ്ങി, പഠനമെല്ലാം കഴിഞ്ഞ് 1994 ഞാൻ വീണ്ടും മഞ്ഞാടി അസംബ്ലിയിലെത്തി. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സന്തോഷ് പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലുള്ള വിവിധങ്ങളായിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, കർത്താവ് നൽകി തന്ന അവസരം ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് ദൈവവചനം പഠിപ്പിക്കുവാൻ, എന്റെ ടീച്ചേഴ്സിനോട് ഒരുമിച്ച് ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരം, ഗോസ്പൽ ട്രെയിനിങ് സെന്ററിൽ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ കർത്താവ് ആ നാളുകളിൽ എനിക്ക് ഒരുക്കി നൽകി തന്നു. എന്നിരുന്നാൽ പോലും എന്റെ മനസ്സിൽ ഒരു വലിയ ചിന്തയുണ്ടായിരുന്നു, എനിക്ക് നേപ്പാളിൽ പോകണം, കർത്താവിന്റെ വേല ചെയ്യണം. ഞാൻ അതെല്ലാം സാക്ഷ്യമായിട്ട് എന്റെ കൂട്ടുകാരോടെല്ലാം ഫ്ലാഷ് ആയിട്ട് പറയുമായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ ഞാൻ നേപ്പാളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യും. ഞാൻ BBA പഠിപ്പിക്കാനായിട്ട് കയറിയപ്പോൾ OMS ആയിരുന്നു അന്നത്തെ പ്രിൻസിപ്പൾ. സാറിനോട് പറഞ്ഞു, സാറേ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എനിക്ക് നേപ്പാളിൽ പോകണം. സാറ് പറഞ്ഞു, കർത്താവ് അയക്കുമ്പോൾ സാംജി പോകണം. നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന, ഇന്ന് തിരുവല്ലയിലായിരിക്കുന്ന ജോൺ സാറാണ്, KB ജോൺ സാറായിരുന്നു അന്ന് രജിസ്ട്രാർ. JCP അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ KB ജോൺ സാറിനോടും പറഞ്ഞു, സാറേ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നേപ്പാളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ സാറ് അന്നൊക്കെ KA ഫിലിപ്പ് സാറാണ് ഇതിന് പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു വിടാം സാംജി, ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കാം, അതൊന്നും പേടിക്കണ്ട, ഇത്രയും നാള് നാട്ടിലുണ്ട്, അത്രയും നാള് കർത്താവിന്റെ വേല ഈ ശുശ്രൂഷയോടുള്ള നിലയിൽ, BBIയോടുള്ള നിലയിൽ ദൈവനം പഠിപ്പിക്കണം, അനേക ശുശ്രൂഷകൾക്ക് സാംജിക്ക് നൽകി തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. ആ നിലയിൽ അവരുടേതായിരിക്കുന്ന വാക്കുകൾ കേട്ട് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1994 എനിക്ക് പഠിപ്പിക്കുവാൻ, അന്ന് മുതൽ പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചു. നല്ലൊരു കാര്യം ആത്മാർത്ഥമായി എന്റെ മനസ്സിലുണ്ടായിരുന്നു, കർത്താവെ നാട്ടിലുള്ള ഈ ശുശ്രൂഷയിൽ ഞാൻ ഒതുങ്ങിപ്പോകാതെ 1991 എന്നെ വിളിച്ച ആ വിളിക്ക് അനുസരണം കാണിക്കേണ്ടതിന് ദൈവസഭ, മഞ്ഞാടി സഭ എന്നെ പ്രാർത്ഥിച്ചയക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടിൽ വന്നു, വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഏർപ്പെടുന്നു, നാം അവിടെ അങ്ങ് ഒതുങ്ങി ആ നിലയിൽ പോകുവാനുള്ള അനേക അവസരങ്ങൾ എന്നിലും ഉണ്ടായിരുന്നു. എന്നാൽ മനസ്സിൽ ആ ആവേശം, നേപ്പാളിനെ കുറിച്ചുള്ള ചിന്ത, ആവേശമൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ തക്ക സമയത്ത് എന്റെ അസംബ്ലി എന്നെ പ്രാർത്ഥിച്ചയക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു.
സ്തോത്രത്തോടെ ഓർക്കുന്നു. ആ, നേപ്പാളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തക്കതായിരിക്കുന്ന ഒരു കൂട്ടു സഹോദരിയെ നേപ്പാൾ ദർശനത്തോടുകൂടെ കണ്ടെത്തുവാനായിട്ട് എനിക്കിടയായി തീർന്നു. 1996 ജൂലൈ മാസത്തിൽ ലെനി എന്ന് പറയുന്ന യുവതിയെ വിവാഹം കഴിക്കുവാൻ കർത്താവ് അവസരം നൽകി. ലെനിക്ക് അതിന് മിഷൻ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗം കൂടെ ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. ലെനി ജനിച്ചു വളർത്തപ്പെട്ടത് വടക്കേ ഇന്ത്യയിലാണ്. ഡാഡി ഒരു ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അവർ മല്ലപ്പള്ളിക്കാരാണ്, കുന്നന്താനം. എന്നാൽ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നതെല്ലാം വടക്കേ ഇന്ത്യയിലാണ്. കൽക്കട്ട ബൈബിൾ കോളേജിലെ സെക്രട്ടറി ആയിട്ട് അന്ന് ലെനി എന്റെ വൈഫ് വർക്ക് ചെയ്തിരുന്നു. അന്ന് അവിടെയുള്ള മിഷൻ ടീമുമായിട്ട് ഒരു മലയാളി പെൺകുട്ടി അഥവാ ഒരു ബ്രദറുകാരി എന്നുള്ള നിലയിൽ വരുവാനുള്ള ഭാഗ്യം എന്റെ ഭാര്യയ്ക്ക് ലെനിക്കും ലഭിച്ചിരുന്നു 1994. എന്റെ കല്യാണ കാര്യം വന്നപ്പോൾ ഈ കാര്യം എന്നെ അറിയിച്ച നമ്മുടെ ജോൺ സാറാണ്, KV ജോൺ സാർ. പറഞ്ഞു, സാംജി, ഇതുപോലെയുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ അസംബ്ലിയിലുണ്ട്, നേപ്പാളിൽ പോയിട്ടുണ്ട്, നേപ്പാളിലേക്ക് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യണമെന്ന് സമർപ്പിച്ച ഒരു വ്യക്തിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ മലയാളിയാണെങ്കിൽ എനിക്കറിയാം, കാരണം എന്റെ പെങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും ഇവര് നേപ്പാളിൽ പോയാൽ ഈ മലയാളികൾ തമ്മിൽ കാണുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നില്ല. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേപ്പാളിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കണമെന്ന് താല്പര്യമുള്ള സമർപ്പണമുണ്ടായിരുന്ന ഒരു യുവതിയെ തക്ക സമയത്ത് കർത്താവ് കാണിച്ചു തരികയും 1996 ഞങ്ങൾക്ക് വിവാഹിതരായിട്ട് 98 ജൂൺ മാസം ഞങ്ങളെ പ്രാർത്ഥിച്ച് മഞ്ഞാടി അസംബ്ലി പ്രാർത്ഥിച്ച് ഈ ധന്യമായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് അയക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ ബ്യൂട്ടിഫുൾ കൺട്രിയിൽ ഞാൻ മറ്റ് പല കാര്യങ്ങളും ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. പലതും പറയാൻ ഒക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പോസിറ്റീവ് മാത്രം നമുക്ക് നോക്കി മുൻപോട്ട് പോകാം. കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ ടിമി 28 വയസ്സായി. കൊച്ചുമോന് ഡാനിക്ക് 26 വയസ്സുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ടു. അവര് ഇപ്പോഴും സംസാരിക്കുന്നത് നേപ്പാളിയാണ്. മലയാളം സാധാരണ പോലെ പേരൻസിനോടൊക്കെ സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 2 പേരും ഇവിടെ ഇല്ല. ഞങ്ങള് ആ നിലയിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നതിനും കർത്താവിന്റെ വേലയിൽ അവരാൽ ആവോളം ചെയ്യുവാനുള്ള ദൈവകൃപ അവരായിരിക്കുന്ന സ്ഥലം സഭയിൽ കർത്താവ് അവരെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങള് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു മിഷൻ ഫീൽഡിനോടുള്ള ബന്ധത്തിലുള്ള ചലഞ്ചുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഭാഷയുടെ പ്രയാസം, യാത്രാ ബുദ്ധിമുട്ടുകൾ, സാമൂഹികവും സാംസ്കാരികവുമായിരിക്കുന്ന പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായിരിക്കുന്ന പീഡനങ്ങൾ. ഇതൊന്നും പ്രതീക്ഷിക്കാതല്ല ഞാൻ നേപ്പാളിലേക്ക് വന്നത്. ഞാൻ അത് ഓർപ്പിക്കുകയാണ്. കാരണം ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ സത്യം എന്നെ നേരത്തെ തന്നെ എന്റെ പെങ്ങളും അളിയനും ഓർപ്പിച്ചിട്ടുണ്ട്. മോനെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള സാഹചര്യങ്ങളല്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, അന്നും ഇന്നും യഥാർത്ഥമായിരിക്കുന്ന ഒരു ഫ്രീഡം ഇവിടെ നമുക്കില്ല, ഈ പ്രവർത്തനത്തിനില്ല. നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനത്തിനില്ല. എന്നാൽ കർത്താവിന് സ്തോത്രം, 77 ജില്ലയുള്ള ഈ രാജ്യത്ത് 77 ജില്ലയിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ധ്വനി എത്തിച്ചേരുവാൻ ഇവിടെയുള്ള സ്ഥലവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയാണ്. ഇന്ന് 77 ജില്ലയിൽ ചെന്നാലും ഒന്നിലധികം സ്ഥലം സഭാ കൂടിവരവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ സ്തോത്രത്തോട് ഓർപ്പിക്കട്ടെ, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകമാണ്, രാജ്യമാണിതെങ്കിലും ഈ വിശ്വാസത്തിന് എതിരാണെങ്കിൽ പോലും കാഠ്മണ്ഡുവിൽ 400-ലധികം സ്ഥലം സഭകളുണ്ട്. ബ്രദറൻ സ്ഥലം സഭയല്ല, ഓർക്കണം, തെറ്റിദ്ധരിക്കരുത്. 400-ലധികം ബ്രദറൻ സഭ അല്ല, നോ. ഇവാഞ്ചലിക്കൽ വിശ്വാസത്തിലുള്ള മറ്റു കൂടിവരവുകൾ ഏകദേശം 400-ലധികം ഇന്ന് കാഠ്മണ്ഡുവിനും ചുറ്റുപാടും ഉണ്ടെന്നുള്ളത് സ്തോത്രത്തോടുകൂടെ ഓർക്കുന്നു. ഞങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും ഏകദേശം 550 കിലോമീറ്റർ ബൈ റോഡ് ദൂരെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ നേപ്പാളിന്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് താമസിക്കുന്നത്.
കഴിഞ്ഞ 28 വർഷമായി കടന്നു വന്ന് ഭാഷ പഠിക്കുവാൻ, രീതികൾ പഠിക്കുവാൻ, സാമൂഹികമായിരിക്കുന്ന നിലയിൽ ഈ രാജ്യത്തെ മനസ്സിലാക്കി വിവിധങ്ങളായിരിക്കുന്ന മാനസികവും ശാരീരികവുമായിരിക്കുന്ന പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതി വ്യവസ്ഥ ഇവിടെ ഒരു വലിയ ചലഞ്ചാണ്. രാഷ്ട്രീയമായിരിക്കുന്ന അസ്ഥിരതകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വെല്ലുവിളികളുടെ മധ്യത്തിലും കഴിഞ്ഞ 28 വർഷം നടത്തുവാൻ കഴിഞ്ഞ ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ മനസ്സിലൂടെ ഈ സമയത്ത് കടന്നു വരുന്നത് ഒരു പാട്ടിന്റെ അടികളാണ്. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറയാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറയാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. കഴിഞ്ഞ 28 വർഷം ഒന്നിനും കുറവില്ലാതെ എല്ലാം സമൃദ്ധിയായി നൽകി. ഞാൻ ഈ സമൃദ്ധിയുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത വഴികൾ കണ്ട് അവന്റെ പ്രൊവിഷൻ വളരെ വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് അവന്റെ വേലയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സ്തോത്രത്തോടുകൂടെ ഓർക്കുന്നു. യാത്രയോ ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തിരുവല്ലയിൽ നിന്ന് യാത്ര ചെയ്ത് മഞ്ഞാടി അസംബ്ലി പ്രാർത്ഥിച്ചയക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് 7ാമത്തെ ദിവസമാണ്. ട്രെയിനിലുള്ള യാത്ര തടസ്സങ്ങൾ, മറ്റുള്ള യാത്രകളിലൊക്കെ കടന്നു വന്നു. ഇന്ന് വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് സിലിഗുരിയിൽ നിന്നും, ഞങ്ങൾക്ക് അടുത്ത സ്ഥലം സിലിഗുരിയാണ്, വെസ്റ്റ് ബംഗാളാണ്. ഇവിടെ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ യാത്ര ചെയ്താൽ വൈകിട്ട് കൊച്ചിയിലെത്തും, അഥവാ വീട്ടിലെത്തുന്ന ഒരു സാഹചര്യം ദൈവം മാറ്റി തന്നു. അന്ന് ഇങ്ങനെയുള്ള പ്രബന്ധങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ രാജ്യം വളരെ മനോഹരമുള്ളതാണ്. അനേക പ്രവർത്തന മേഖലകൾ ഇന്നുമുണ്ട്. നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത മലകൾ ഇന്നുമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇവിടെയുള്ള ദൈവമക്കൾ അവരുടേതായിരിക്കുന്ന ജാതിക്കാരോട്, ഭാഷക്കാരോട്, രീതികളിൽ തന്നെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അനേക സ്ഥലം സഭകൾ ഈ രാജ്യത്തുണ്ടാകാൻ ഇടയായി എന്നുള്ളത് സ്തോത്രത്തോടെ ഓർക്കുകയാണ്. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ഈ ശുശ്രൂഷയിൽ വിവിധങ്ങളായിരിക്കുന്ന സംഘർഷങ്ങളും എതിർപ്പുകളും ഒക്കെ നാം നേരിടേണ്ടവരാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഇല്ലാത്ത ഒരു സാഹചര്യമല്ല, എതിർപ്പുകൾ ഉള്ള തന്നെ സാഹചര്യമാണ് ഈ ശുശ്രൂഷ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രദമായിരിക്കുന്ന ഫലങ്ങൾ ഒരുപക്ഷെ കണ്ടു എന്ന് വന്നില്ല. എന്നാൽ നാം നിരാശപ്പെടാതെ ഈ സുവിശേഷ സന്ദേശം അനേക പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന രീതികൾ, മതപരമായിരിക്കുന്ന ആചാരപരമായിരിക്കുന്ന ഈ അതിരുകളൊക്കെ ഒന്ന് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന ഒരു മിഷൻ കൺസെപ്റ്റ് പൂർത്തീകരിക്കുകയുള്ളൂ. പലപ്പോഴും മിഷൻ ഫീൽഡിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആര് സഹായിക്കും, എങ്ങനെ പോകും, എങ്ങനെ ജീവിക്കും? ഞാൻ സ്തോത്രത്തോടെ ഇന്ന് രാത്രി ഓർക്കട്ടെ, കഴിഞ്ഞ 28 വർഷം അതിശയമായി, അത്ഭുതമായി, പാട്ടുകാരൻ പാടിയതുപോലെ ഒന്നിനും കുറവില്ലാതെ ദൈവമെല്ലാം സമൃദ്ധിയായി നൽകി അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ ആ കർത്താവ് നമ്മളെ പോറ്റി പുലർത്തും എന്നുള്ളതിന് ഒരു സാക്ഷിയാണ് നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്ന ബ്രദറുകാരനായി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് സ്തോത്രത്തോടുകൂടെ അറിയിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 21-ഉം 23-ഉം വാക്യങ്ങളിൽ ആന്റിയോക്ക് സഭയെക്കുറിച്ച് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 21-ഉം
23 മാത്രം നാം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്: കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അനേകർക്ക് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യമുണ്ടായി. 23 വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ കടന്നു ചെന്ന ദൈവദാസന്മാർക്ക് ദൈവ കൃപ കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ നാളുകളിൽ മിഷൻ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ വിവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു മലയാളി എന്നുള്ള നിലയിൽ ബ്രദറൽ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് സ്തോത്രത്തോടുകൂടെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഇന്നും അത്ഭുതകരമായി ദൈവത്തിന്റെ കരം അനുഭവിച്ചുകൊണ്ട് മിഷൻ ഫീൽഡിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാൻ സാധിക്കും. അതിന് ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേണമെന്നൊന്നുമില്ല. ഞാൻ വളരെ സ്തോത്രത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്. വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അനേക ലിമിറ്റേഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇന്നും സ്വാതന്ത്ര്യമില്ല. ഏതവസരവും എന്തും സംഭവിക്കുവാനുള്ള സാഹചര്യം തന്നെയാണ്. നമുക്ക് നമ്മുടേതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും നിലയിൽ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നതിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുവാൻ ഇവിടെ യാതൊരു വിധമായിരിക്കുന്ന അനുമതിയും ഇന്നും ഈ രാജ്യം നൽകി തന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രവർത്തനത്തിനെ അങ്ങനെയുള്ള അനുമതി ഗവൺമെന്റിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന്റെ മധ്യത്തിലാണ് ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ അനേക സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷ എത്തിച്ചേരുവാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന നിലയിലുള്ള സൺഡേ സ്കൂൾ മുതൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും, ഇൻഡോർ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ഞങ്ങള് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല. ഇവിടെ കർത്താവ് നൽകിയിരിക്കുന്ന സഹോദര സഹോദരിമാരെ വളർത്തി, അവര് വളരെ ചെറുപ്പക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവരെ മുൻപന്തിയിൽ നിർത്തി എല്ലാ നിലകളിലുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ആ നിലയിൽ നമ്മളെ ഉപയോഗിക്കുന്നു. 2 സ്ഥലത്ത് സഭാ കൂടിവരവ് ഉണ്ടാകുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഏകദേശം 100ഓളം പ്രിയപ്പെട്ടവർ ഈ 2 സ്ഥലം സഭകളിലായിട്ട് ഇന്ന് നേപ്പാളികളായിട്ട് നമുക്കുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സ്ഥലം സഭയിൽ നിന്നും ഞങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് ഈ നിലയിൽ താമസിക്കുന്നുള്ളൂ. മറ്റൊരു ദൈവദാസൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് ഈ രാജ്യത്ത് ഞങ്ങൾ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സ്ഥലം സഭയിൽ നിന്നുള്ളവരായിട്ടുള്ളൂ. മറ്റ് സ്ഥലം സഭയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന നിലയിലുള്ള സ്കൂളും മറ്റും ഒക്കെ തുടങ്ങിയാണ് അവരൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ താമസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്കൽ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇവിടുത്തെ ഒരു നിയമമായതുകൊണ്ട് ഞാനും ഇവിടുത്തെ ഒരു സ്കൂളിൽ, ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരു കൗൺസിലറായിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് വേണോ, ഈ മിഷൻ ഫീൽഡിൽ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ദൈവവചനം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരായി ഈ ധന്യമായിരിക്കുന്ന മിഷൻ ഏറ്റെടുത്തിരുന്ന തന്റെ ശിഷ്യന്മാരാരും നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നില്ല. അവർക്കൊക്കെ നമ്മളെ പോലെ തന്നെ അനേക പരാജയങ്ങളും രീതികളും ബലഹീനതകളും ഒക്കെ ഉള്ളവരായിരുന്നു. യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ആയിരുന്നു ഏറ്റവും വലിയ ഹീറോ. ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാനായിട്ട് മുൻപോട്ട് ഇറങ്ങിത്തിരിഞ്ഞ പൗലോസിനെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്. കർത്താവിനെ ഡൗട്ട് ചെയ്ത തോമസിനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഉന്നത സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിച്ച യാക്കോബിനെയും യോഹന്നാനെയുമാണ് കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. നികുതി പിരിവുകാരനായിരുന്ന മത്തായിയാണ് കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. കർത്താവ് മോശയെ വിളിക്കുമ്പോൾ മോശ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഞാൻ എന്റെ നിലയിൽ പറയുകയാണ്, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, എനിക്ക് സംസാരിപ്പാൻ ഒന്നും കഴിവുള്ളവനല്ല. ആ മോശയാണ് ദൈവം ഉപയോഗിച്ചത്. എന്നാൽ വലിയ ധനികനായിരുന്ന അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബവും വീടും വീട്ടുകാരെ എല്ലാം വിട്ട് പുറപ്പെടണം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിച്ച് മുൻപോട്ട് പോകട്ടെ. ഒരു പക്ഷേ നാം എല്ലാവരും ഒരു ഫുൾ ടൈം മിഷൻ ഫീൽഡിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ സ്ഥലം സഭയിൽ, നാം നമ്മുടെ വീടുകളിൽ, നാം പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ, ആശുപത്രികളിൽ, മറ്റേതെങ്കിലും ഫീൽഡിലായിരിക്കാം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് പ്രവർത്തിക്കുന്നത്.
എവിടെയായിരുന്നാലും കർത്താവിനെ സ്നേഹിക്കുവാൻ, അവന്റെ ഒരു നല്ല സാക്ഷിയായി മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ ദൈവവചനത്തിന്റെ ഹൃദയസ്പന്ദനമായിരിക്കുന്ന ഒരു സത്യമാണ് മിഷൻ ഫീൽഡ്. കർത്താവിന്റെ വചനവുമായി കർത്താവിന്റെ സാക്ഷ്യം എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണപ്പെട്ട നിലയിൽ എന്നുള്ളതല്ല, അതൊരു കൽപ്പനയായിട്ട് തന്നെയാണ് കർത്താവ് നമുക്കത് നൽകി തന്നിരിക്കുന്നത്. വരുന്ന നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സഹോദര സഹോദരിമാര്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ, ദൈവിക മഹത്വത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ, നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സ്ഥലം സഭയിൽ നൽകി തന്നിരിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഈ ധന്യമായിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ വളരെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്: പോകുവിൻ, നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുവിൻ. ഞാനത് ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളതല്ല, ആ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്കായിരിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെയും നമ്മളോട് കൂടെയുള്ളവനാണ്. പ്രതികൂലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഈ നാളുകളിൽ പ്രതീക്ഷിക്കാം. എന്നാൽ പ്രതികൂലത്തിന്റെ മധ്യത്തിലും നമ്മളോട് കൂടെ ഇരുന്ന് ധന്യമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളാൽ അനുഗ്രഹിച്ചു വിട്ട അതേ കർത്താവിന്റെ സാക്ഷികളായി തീരുവാനുള്ള വലിയ ഭാഗ്യം ഇളയവരായി നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തുടർന്നുള്ള നാളുകളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യവാചകങ്ങൾ, അനേക കാര്യങ്ങൾ പറയുവാൻ എൻ്റെ മുൻപിലുണ്ടെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതൊന്നും ഓർപ്പിക്കുവാനായിട്ട് ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന നാളുകളിൽ ഈ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, കേരളത്തിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യക്ക് വെളിയിൽ കർത്താവിന്റെ നല്ല സാക്ഷ്യം ആയിട്ട് മുൻപോട്ട് ജീവിപ്പാൻ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സ്ഥലം സഭയിൽ നിന്ന് അനേക യുവാക്കന്മാർക്ക് അതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. ഇതിനവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ടവരുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം നൽകിയതിനാൽ കർത്താവിന് നന്ദി പറയും. കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയിൽ നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി എവർക്കും കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. സാംജി ജോൺ സഹോദരനെ അനേക വർഷങ്ങൾക്ക് മുൻപ് ഖത്തറിൽ വെച്ച് കാണുവാനും താനുമായിട്ട് അനേക കാര്യങ്ങൾ സംസാരിക്കുവാനെല്ലാം ആ കാര്യങ്ങളിൽ ഇടവരുത്തിയിട്ടുണ്ട്. എന്നാൽ അനേക വർഷത്തിന് ശേഷമാണ് ഈ സൂം മീറ്റിങ്ങിൽ കൂടി കാണുന്നത്. പ്രിയ കർത്തദാസിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പേരൻസിന്റെ ആഗ്രഹമായിരുന്നു തൻ്റെ മകൻ ഒരു സുവിശേഷകനാകണം, നോർത്ത് ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം. അത് തക്ക നേരത്ത് ദൈവം ആ മാതാപിതാക്കളുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 28 വർഷങ്ങൾ നേപ്പാളിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണം പ്രിയ കർത്തദാസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കേട്ടതുപോലെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. എങ്കിലും കർത്താവ് തന്റെ ദാസനെ വിജയകരമായ രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണം എടുത്ത് ഉപയോഗിക്കുന്നു. നമ്മൾ കേട്ടു. പ്രിയ സഹോദരനെയും പ്രവർത്തനത്തെ ഓർത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കത്തില്ലെങ്കിലും നാം കേട്ട കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വേലയും പ്രിയ സഹോദരനെയും സഹോദരിയെയും 2 കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. തുടർന്നും അവിടുത്തെ വേല വിജയകരമായി തീരുവാൻ തക്കണം, അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ തക്കണം പ്രിയ കർത്തദാസിന്റെ ആ വേലയിൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുവാൻ തക്കണം നാം ഏവരും തുടർന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. വിലയേറിയപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പ്രോഗ്രാമിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് മാത്രമല്ല, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇനി കേൾക്കാനിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇതുപോലെ ഒരു അനുഗ്രഹം ഉണ്ടാകും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പ്രിയ സഹോദരി അസനത്ത് കണ്ണനായർ പാടുവാൻ ദൈവം ഇടവരുത്തി. പ്രിയ സഹോദരിയെയും
വരും കാലങ്ങളിൽ ദൈവം ധാരാളമായിട്ട് പാടുവാൻ എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാത്രമല്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനേക സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ, മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. തുടർന്നും ഈ ഒരു മിനിസ്ട്രിയെ നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന നേരം മുതൽ ഈ നിമിഷം വരെയും കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ശ്രീ കർത്തൃദാസൻ സാംജി ജോണിൽ നിന്ന് കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവെ ഉള്ളൊരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം കഴിഞ്ഞ 28 വർഷം കർത്താവ് ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഇവിടെ എടുത്ത് ഉപയോഗിച്ച് വരുന്നതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കോണം കർത്താവെ, പ്രിയപ്പെട്ടവരുടെ കർത്താവെ അവിടുത്തെ മിനിസ്ട്രിയെ കർത്താവ് ഏറ്റവും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കാൻ ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയുള്ള കാലങ്ങളിലും കർത്താവെ പ്രദേശങ്ങളിൽ നിങ്ങളുടെ വേല ചെയ്യുവാൻ തന്നെ ആഗ്രഹിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വിജയത്തിലേക്ക് നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെയുള്ള സഭകളെയും വിശ്വാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. പ്രായത്തിലായിരിക്കുന്ന കർത്താവെ മാതാവിനെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 മക്കളും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരുന്ന് നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരി അസനത്ത് കണ്ണൻ നായരെയും ദൈവം എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേക സ്ഥലങ്ങളിൽ നിന്ന് കർത്താവെ ഈ സൂം മീറ്റിംഗിൽ കൂടി അനേകർക്ക് ഒത്തുചേരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ വചനം കേൾക്കുവാൻ തക്കവണ്ണം, സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ഇന്നും ഇടവരുത്തിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സന്തോഷ് മാത്യു സഹോദരനെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെ കർത്താവെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. തന്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമെല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.